കാർഷിക സംസ്കാരത്തിന്റെ പൊലിമ തുളുമ്പുന്ന പയ്യാവൂർ ഊട്ടുത്സവത്തിന്റെ ഭാഗമായുള്ള പ്രധാന ചടങ്ങായ ചൂളിയാട്ടുകാരുടെ ഓമനക്കാഴ്ച നടന്നു. നിരവധി പേരാണ് ഓമനക്കാഴ്ചയിൽ അണിനിരന്നത്. പയ്യാവൂർ ഊട്ടുത്സവം ദേശങ്ങളുടെ സാഹോദര്യവും കൂട്ടായ്മയും ഊട്ടിയുറപ്പിക്കുന്ന ചടങ്ങാണ്. ഭാഷയുടെയും ദേശങ്ങളുടെയും അതിർവരമ്പുകൾക്കപ്പുറം ഒരുമയുടെ കാഴ്ചയുമായി പതിനായിരങ്ങൾ പയ്യാവൂരിലെത്തുന്നു. പണ്ടെങ്ങോ ഒരു വെറുതി കാലത്ത് ഊട്ടുത്സവം മുടങ്ങിപ്പോയെന്നും അതേ തുടർന്ന് സാക്ഷാൽ പരമശിവൻ നേരിട്ടെഴുന്നള്ളി അരി കുടക് നാട്ടിൽ നിന്നും, ഇളനീർ ചേടിച്ചേരി നാട്ടിൽ നിന്നും, മോര് കൂനനത്ത് നിന്നും, പഴം ചൂളിയാട് നിന്നും അങ്ങനെ ഊട്ടുത്സവത്തിന് ആവശ്യമായ ഭക്ഷ്യവിഭവങ്ങൾ വിവിധ ദേശങ്ങളിൽ നിന്നും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടതായാണ് ഐതിഹ്യം. ചൂളിയാടുള്ള തീയ സമുദായത്തിൽപ്പെട്ടവർക്കാണ് അതിന്റെ അവകാശം. ഒരു വീട്ടിലെ പുരുഷപ്രജക്ക് 2 വാഴക്കുല വീതം എന്നാണ് കണക്ക്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തുടങ്ങിവെച്ച ആചാരം ഒരു വരദാനം പോലെ കൈമോശം വരാതെ കൊണ്ടാടുകയാണ് ഒരു ജനത മുഴുവനായും. വിവിധ ദേശക്കാരുടെ കാഴ്ചകളിൽ സംഘബലത്തിന്റെ കരുത്തുകൊണ്ടും ഉടവ് തട്ടാത്ത ഉത്സാഹം കൊണ്ടും ചൂളിയാട്ടുകാരുടെ ഓമനക്കാഴ്ച ഒന്നാമതെത്തുന്നു. പയ്യാവൂർ ഊട്ടുത്സവം എന്ന് കേട്ടാൽ മനം നിറയെ ആദ്യം എത്തുന്നത് ഓമനക്കാഴ്ചയാണ്. കുംഭം പിറന്നാൽ വ്രതാനുഷ്ഠാനങ്ങൾ ആരംഭിക്കുന്നു. മത്സ്യമാംസാദികൾ വിടിഞ്ഞ് അടുക്കൻ വാഴക്കുലകൾ അടുത്ത പ്രദേശങ്ങളായ കാനില്ലേരി, മയിൽ, കുറ്റ്യാട്ടൂർ, ബ്ലാത്തൂർ, ചേടിച്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വാഴക്കുലകൾ ശേഖരിക്കുന്നു. കുംഭം 6-ന് വൈകിട്ട് 4 മണിയോടെ തൈവളപ്പ്, നല്ലൂർ, തടത്തിൽക്കാവ്, ചമ്പോഞ്ചേരി, മപ്പുരക്കിൽ എന്നീ 5 കുഴികളിലായി കുലകൾ പഴുക്കാൻ വെക്കുന്നു. കുംഭം 9-ന് രാവിലെ പുറത്തെടുത്ത കുലകൾ 5 കുഴികൾക്ക് സമീപം വെച്ച പന്തലുകളിലായി തൂക്കിയിടുന്നു. കുംഭം 10-ന് രാവിലെ 10 മണിയോടെ തടത്തിൽക്കാവിൽ നിന്നും പുറപ്പെടുന്ന ഓമനക്കാഴ്ചയെ മേലായി കുഞ്ഞുംപീടിക കുഞ്ഞിരാമൻ നമ്പ്യാർ ഓലക്കുടയുമായി നയിക്കും. വാദ്യമേളങ്ങൾ മുത്തുക്കുട, ആലവട്ടം, വെഞ്ചാമരം അകമ്പടിയോടെ ശുഭവസ്ത്രധാരികളായി നഗ്നപാതരായി 3000-ഓളം വാഴക്കുലകളുമായി നൂറുകണക്കിന് ആളുകൾ 15 കിലോമീറ്റർ അകലെയുള്ള പയ്യാവൂർ ശിവക്ഷേത്രത്തിലേക്ക് പുറപ്പെടും. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.